Hello students, welcome to another video lecture of algorithms. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ബിഗോ നൊട്ടേഷനെ കുറിച്ച് സംസാരിച്ചിട്ടാണ്. ഐ ഹോപ്പ് ബിഗോ നൊട്ടേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു. ഈ ഒരു വീഡിയോ സീരീസിൽ ഞാൻ ബാക്കിയുള്ള നൊട്ടേഷൻസ്, അതായത് ഒമേഗ നൊട്ടേഷൻസും അതുപോലെ തന്നെ തീറ്റ നൊട്ടേഷൻ്റെ കാര്യമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. Okay, so omega notation. Omega notation is nothing but the opposite of big O notation. Big O notation നമ്മൾ എന്ത് മനസ്സിലാക്കിയോ അതേ നേരെ മറിച്ചാണ് omega notation ഉള്ളത്. So point 1 defines the lower bound of any algorithm or the best case of any algorithm. നമ്മൾ ബിഗോയിൽ നോക്കി defines the upper bound of any algorithm അല്ലെ, അല്ലെങ്കിൽ worst case of any algorithm. അതായത് ഏറ്റവും മാക്സിമം സമയം എടുക്കുന്ന അൽഗോറിതം ആയിരുന്നു ബിഗോ നോട്ടേഷൻ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത്. ബട്ട് യൂസിങ് ഒമേഗ നോട്ടേഷൻ നമുക്ക് അതിന്റെ ഒരു അൽഗോറിതത്തിന്റെ ഏറ്റവും ലോവർ ബൗണ്ട് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു നൊട്ടേഷൻ ആണ് ഒമേഗ നൊട്ടേഷൻ. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഞാൻ ലീനിയർ സെർച്ചിന്റെ ഒരു എക്സാമ്പിൾ ഷൂസ് വെച്ചിട്ട് കാണിച്ചു തന്നായിരുന്നു. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമുക്ക് സമയം നമുക്ക് അനലൈസ് ചെയ്യണം നോക്കുവാണെങ്കിൽ, ഏറ്റവും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഷൂ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ബ്ലോക്കിൽ തന്നെ നമുക്ക് നമ്മുടെ കീ കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ പർട്ടിക്കുലർ നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ ഒബ്ജക്റ്റ് കിട്ടിയെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, നമുക്ക് ഓർഡർ ഓഫ് 1 തന്നെ നമ്മുടെ അൽഗോരിതം കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പക്ഷെ അതിന് വേർസ്റ്റ് കേസ് ആയിട്ട് മാക്സിമം സമയം വരെ പോകാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ഓഫ് n ആണ് അല്ലെ. അപ്പൊ n ടോട്ടൽ ബ്ലോക്സ് ഉണ്ടെങ്കിൽ മൊത്തം നമുക്ക് തപ്പേണ്ടി വരും ടോട്ടൽ ആ നമ്മുടെ ഒബ്ജക്റ്റ് കിട്ടാൻ വേണ്ടി. സോ അതിൽ ബെസ്റ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ഓഫ് 1 ആണ്, വേഴ്സ്റ്റ് കേസ് എന്ന് വെച്ചാൽ ഓർഡർ ഓഫ് n ആണ്. അതുപോലെ ഇതിനകത്ത് നമ്മൾ ഒമേഗ നൊട്ടേഷനിൽ കാണിക്കുന്ന വെച്ചാൽ ബെസ്റ്റ് കേസിനെ കുറിച്ച് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ഒരു കാര്യത്തെ ഒരു അൽഗോരിതം നമുക്ക് ഏറ്റവും മിനിമം ടൈം ദാറ്റ് മീൻസ് ഇത്രയും ടൈം വേണം ആ അൽഗോരിതം നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി, അതിനാണ് നമ്മൾ ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അതായത് ഇതിനേക്കാളും താഴത്തെ ടൈമിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് മിനിമം ടൈം റിക്വയർഡ് ഫോർ എനി അൽഗോരിതം ടു എക്സിക്യൂട്ട് വിത്ത് ഓൾ ഇൻപുട്ട് വാല്യൂസ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഏറ്റവും മിനിമം സമയം ഒരു അൽഗോരിതത്തെ കംപ്ലീറ്റ് ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യുന്നത് ഒമേഗ നൊട്ടേഷൻ വെച്ചാണ്. സോ മൂന്നാമത്തെ പോയിന്റ്, ഇഫ് ആൻ അൽഗോരിതം ഈസ് റിപ്രസെന്റഡ് ഇൻ ഒമേഗ നൊട്ടേഷൻ ദെൻ അറ്റ്ലീസ്റ്റ് ദാറ്റ് മച്ച് amount of time is needed for execution. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ ഒരു ഒമേഗ നൊട്ടേഷനിൽ ഒരു പർട്ടിക്കുലർ ടൈമിനെ കാണിക്കുകയാണെങ്കിൽ ആ ടൈം അറ്റ്ലീസ്റ്റ് നമുക്ക് വേണം ആ പ്രോപ്പർ അൽഗോരിതത്തെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി. ഇറ്റ് ക്യാൻ ഡെഫിനറ്റ്ലി ടേക്ക് മോർ ടൈം ദാൻ ദിസ്. ഓക്കെ, അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, ഇതിന്റെ ഫോർമൽ ഡെഫിനേഷനിലോട്ട് വരുവാണെങ്കിൽ എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഒമേഗ ഓഫ് ജി ഓഫ് എൻ എപ്പോഴാണ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻടു ജി ഓഫ് എൻ ഫോർ ഓൾ എൻ വേർ എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0. നമ്മൾ ബിഗോയിൽ കണ്ടതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് ബിഗോയിൽ നമ്മൾ കണ്ട എഫ് ഓഫ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻടു ജി ഓഫ് എൻ ഫോർ ഓൾ എൻ, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കാണുവാണെങ്കിൽ എഫ് ഓഫ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻടു ജി ഓഫ് എൻ. അപ്പൊ ഇതിന്റെ ഗ്രാഫ് നമ്മൾ കാണുന്ന പോലെ ഈ റെഡ് ലൈൻ കാണിക്കുന്നതാണ് നമ്മുടെ റണ്ണിങ് ടൈം, പിന്നെ ഈ ബ്ലൂ ടൈം കാണിക്കുന്നതാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള സമയം. സോ സി ഇൻടു ജി ഓഫ് എൻ അത് ലോവർ ലിമിറ്റ് നമുക്ക് വ്യക്തമായിട്ട് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഒരു n0 വരെയും അത് കറക്റ്റ് ആയിട്ട് ആ ഒരു ഗ്രാഫ് മിക്സ് ആയിട്ടാണ് പോകുന്നത്. n0 കഴിഞ്ഞിട്ട് അവർ റണ്ണിങ് ടൈം ഇസ് greater than c into g of n. So c into g of n is the best time analysis of this particular running time algorithm. Okay, ഇനി തീറ്റ നൊട്ടേഷനെ കുറിച്ച് നമ്മൾ പഠിക്കാം. തീറ്റ നൊട്ടേഷൻ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് അപ്പർ ബിഗ് O ആൻഡ് ഒമേഗ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് റിപ്രസെന്റ്സ് ദ അപ്പർ ആൻഡ് ലോവർ ബൗണ്ട് ഓഫ് റണ്ണിങ് ടൈം ഓഫ് ആൻ അൽഗോരിതം. ഇത് രണ്ടിനെയും അപ്പർ ബൗണ്ടിനെയും ലോവർ ബൗണ്ടിനെയും കാണിക്കുന്ന രണ്ടും കാണിക്കുന്ന ഒരു നൊട്ടേഷൻ ആണ് തീറ്റ നൊട്ടേഷൻ. നമ്മൾ ബിഗ് O കാണിക്കുന്ന വേഴ്സ്റ്റ് കേസ് ആണ്, നമ്മുടെ ഒമേഗ കാണിക്കുന്നത് ബെസ്റ്റ് കേസ് ആണ്. അപ്പോൾ തീറ്റ നൊട്ടേഷൻ നാച്ചുറലി കാണിക്കുന്നത് ആവറേജിനാണ്. ദാറ്റ് മീൻസ് ഈ രണ്ട് ബൗണ്ട്സിലും വരുന്ന ഒരു ടൈം ബൗണ്ടേഷൻ ആണ് തീറ്റ നൊട്ടേഷൻ നമ്മൾ കാണിക്കുന്നത്. സോ നമ്മൾ മൂന്നാമത്തെ പോയിന്റിൽ കാണുന്ന പോലെ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബിഗ് O ആൻഡ് ഒമേഗ. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ആവറേജ് കേസ് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ്, എവറിത്തിങ് ദാറ്റ് ഈസ് തീറ്റ ഓഫ് എഫ് ഓഫ് എൻ ഈസ് ഓൾസോ big O of f of n but not the other way around. Big O of f of n നമ്മൾ അറിയാം, അതൊരു കുറച്ച് അപ്പർ ബൗണ്ട് ആണ് അല്ലെ. ഈ അപ്പർ ബൗണ്ടിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് വേഴ്സ്റ്റ് കേസ് ഓർഡർ ഓഫ് എഫ് ഓഫ് എൻ ആണ്, അതുപോലെ നമുക്ക് ബെസ്റ്റ് കേസ് ഒമേഗ ഓഫ് എഫ് ഓഫ് എൻ ആണ്. സോ അവർ തീറ്റ ഓഫ് എഫ് ഓഫ് എൻ വിൽ ബി സംവെയർ ഇൻ ബിറ്റ്വീൻ ഓർഡർ ഓഫ് എഫ് ഓഫ് എൻ ആൻഡ് ഓർഡർ ഒമേഗ ഓഫ് എഫ് ഓഫ് എൻ. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ആവറേജ് കേസ് കോംപ്ലക്സിറ്റി എന്നും പറയുന്നത്. ഓക്കെ, സോ ടി ഓഫ് എൻ ഇസ് സെറ്റ് ടു ബി ഇൻ തീറ്റ ഓഫ് എഫ് ഓഫ് എൻ ഇഫ് ഇറ്റ് ഈസ് ബോത്ത് ഇൻ ഓർഡർ ഓഫ് എഫ് ഓഫ് എൻ ആൻഡ് ഇൻ ഒമേഗ ഓഫ് എഫ് ഓഫ് എൻ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സോ നമുക്ക് അതിനെ പറയാൻ പറ്റും തീറ്റ ഓഫ് എഫ് ഓഫ് എൻ ഇസ് ദി ഇന്റർസെക്ഷൻ ഓഫ് ഓർഡർ ഓഫ് എഫ് ഓഫ് എൻ ആൻഡ് ഒമേഗ ഓഫ് എഫ് ഓഫ് എൻ. സോ വെൻ യു സീ ദ ഗ്രാഫ് ഇറ്റ് വിൽ ബി മോർ ക്ലിയർ. ഓക്കെ,
ഒരു എക്സാമ്പിൾ വെച്ച് നമുക്കത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പഠിക്കാം. മെർജ് സോർട്ട് എന്ന് പറഞ്ഞ ഒരു അൽഗോരിതം നമുക്ക് എല്ലാവർക്കും അറിയാം, ചില ആൾക്കാർക്ക് അറിയില്ലായിരിക്കും. മെർജ് സോർട്ട് ഇസ് നത്തിങ് ബട്ട് an algorithm which is used to sort unsorted elements of an array. ഓക്കെ, ഒരു അറേയിൽ അൺസോർട്ടഡ് ആയിട്ട് കിടക്കുന്ന എലിമെന്റ്സിനെ സോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോർട്ടിംഗ് അൽഗോരിതം ആണ് മെർജ് സോർട്ട്. ദർ ആർ അതർ സോർട്ടിംഗ് അൽഗോരിതംസ് ഓൾസോ. ഓക്കെ, സോ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി നമുക്കറിയുന്ന പഠിച്ച ആൾക്കാർക്ക് അറിയാം, ഓർഡർ ഓഫ് n log n ആണ് അല്ലെ. അതിന്റെ വേർസ്റ്റ് കേസും n log n ആണ്, അതിന്റെ ബെസ്റ്റ് കേസും n log n ആണ്. സോ വേർസ്റ്റ് കേസും ഇറ്റ് ഈസ് ഓൾസോ വേർസ്റ്റ് കേസ് നമ്മൾ ഇതിനകത്ത് പറയുകയാണെങ്കിൽ n log n തന്നെയാണ് അല്ലെ. സോ അത് രണ്ട് ബൗണ്ടറീസിന്റെ നടുക്ക് കിടക്കുന്നതാണ്. ഓർഡർ ഓഫ് n log n ആണ് വേർസ്റ്റ് കേസ്. ബെസ്റ്റ് കേസും ഓഫ് ഒമേഗ ഓഫ് n log n ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി നമ്മുടെ ആവറേജ് കേസ് കോംപ്ലക്സിറ്റി ഷുഡ് ഓൾസോ ബി ഓർഡർ ഓഫ് n log n. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കണ്ട കേസിൽ ഹൗവർ നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേർസ്റ്റ് കേസിന് നമുക്ക് ഓർഡർ ഓഫ് n log എന്നും പറയാം, ഓർഡർ ഓഫ് n സ്ക്വയർ എന്നും പറയാം. കാരണം അതിന് നമുക്കൊരു ലിമിറ്റ് ഇല്ല. നമ്മളൊരു വേർസ്റ്റ് കേസ് നമ്മൾ പറയുകയാണെങ്കിൽ മിനിമം ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള സമയം 20 മിനിറ്റ്സ് ആണ്. സോ അതിന്റെ അർത്ഥം വേർസ്റ്റ് ആയിട്ടുള്ള സമയം 30 മിനിറ്റ്സും ആവാം. സോ ദാറ്റ് ബൗണ്ടറി ഇറ്റ് ഗോസ് ഓൺ അല്ലേ. സോ നമ്മൾ ഓർഡർ ഓഫ് n സ്ക്വയർ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ അസിംപ്റ്റോട്ടിക്കലി ഓർഡർ ഓഫ് n സ്ക്വയർ ഇറ്റ്സ് ബിഗർ ദാൻ n log n. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ തീറ്റ ഓഫ് n സ്ക്വയർ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് കേസ് തീറ്റ ഓഫ് ഒമേഗ ഓഫ് n സ്ക്വയർ അല്ല, ഇറ്റ് ഈസ് ഒമേഗ ഓഫ് n log n. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീറ്റ ലൈസ് ബിറ്റ്വീൻ n log n ആൻഡ് ഒമേഗ ആൻഡ് ബിഗ് O. സോ നമ്മുടെ ഈ പർട്ടിക്കുലർ കേസിൽ വേർസ്റ്റ് കേസ് ഇസ് ഓർഡർ ഓഫ് n log n ആൻഡ് ദ ബെസ്റ്റ് കേസ് ഇസ് ഒമേഗ ഓഫ് n log n. സോ വി ഡോണ്ട് ഹാവ് മച്ച് ചോയ്സ് ഹിയർ അല്ലെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും തീറ്റ ഷുഡ് ഓൾസോ ബി, ഇറ്റ് മസ്റ്റ് ബി n log n. അപ്പൊ നമ്മൾ അതിന്റെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പെർട്ടിക്കുലർ അപ്പർ ലിമിറ്റിനെ കുറച്ചുകൂടെ കൂട്ടുവാണ്, ഓർഡർ ഓഫ് n സ്ക്വയർ ആക്കുവാണെങ്കിൽ യു കനോട്ട് സേ ദാറ്റ് ഇറ്റ് ഈസ് തീറ്റ ഓഫ് n സ്ക്വയർ അല്ലെ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ അടുത്തൊരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫും കൂടെ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇപ്പൊ ഇത് ഈ റെഡ് ലൈൻസിൽ ആദ്യത്തെ റെഡ് ലൈൻസ് കാണിച്ചിരിക്കുന്നത് C2 of g of n. ഓക്കെ, ഇതാണ് നമ്മുടെ വേർസ്റ്റ് കേസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ C1 into g of n കാണിക്കുന്നത് ബെസ്റ്റ് കേസ് ആണ്. സോ അവർ റണ്ണിങ് ടൈം f of n is somewhere in between this. അപ്പൊ C1 of g of n ഉം C2 of g of n ഇടയ്ക്ക് കിടക്കുന്ന ഒരു സംഭവമാണ് തീറ്റ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ അൽഗോരിതം അല്ലെ, ആ ടൈം കോംപ്ലക്സിറ്റി അനാലിസിസ്. സോ നമ്മൾ പറയാൻ പറ്റും ഇതിനെ നമ്മൾ തീറ്റ യൂസ് ചെയ്യുന്നത് ആവറേജ് ടൈം കോംപ്ലക്സിറ്റിന് വേണ്ടിയാണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു.